നമസ്കാരം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ്. എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്? അതുപോലെ അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ കുറച്ച് ഓപ്ഷൻസ് എന്തൊക്കെയാണ് മാർക്കറ്റിലുള്ളത്. കാരണം അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്രോഗ്രാംസ് ഉണ്ട്. എല്ലാം കൂടെ നമുക്ക് ഒരു സെഷനിൽ കവർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഡീറ്റെയിൽസ് നമ്മൾ ഫർദർ സെഷൻസിൽ കൊണ്ടുവരുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, എന്തൊക്കെ ഓപ്ഷൻസ് ആണ് നമുക്ക് തരാൻ പറ്റുക, അതുപോലെ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന അഫിലിയേറ്റ് ഓപ്ഷൻസ് ഏതൊക്കെയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. സോ ലെറ്റ് മി ഷെയർ മൈ സ്ക്രീൻ. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നമുക്കെല്ലാം അറിയാം. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് വളരെയധികം എന്താ എല്ലാ കമ്പനികളും അഫിലിയേറ്റ് മോഡലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ട് മുതലേ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഉണ്ട്. നമ്മുടെ മലയാളികൾ പണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഭയങ്കര എന്താ പറയുന്ന എക്സ്പേർട്സ് ആണ്. വേൾഡ് വൈഡ് നോക്കി കഴിഞ്ഞാൽ മലയാളികൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഭയങ്കര മുന്നിലാണ്. പക്ഷെ അതും അഫിലിയേറ്റ് മാർക്കറ്റിംഗും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ദ വേ ഓഫ് അപ്രോച്ച്, കൾച്ചർ, ദ വേ വി പ്രൊമോട്ട്, ഇതൊക്കെ ഡിഫറെന്റ് ആണ്. സോ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗുമായിട്ട് നമുക്ക് ഒരിക്കലും അഫിലിയേറ്റ് മാർക്കറ്റിംഗിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ബീങ് സെഡ് ദാറ്റ്, പർപ്പസ് ഓഫ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് പക്ഷെ സെയിം ആണ്. ടു പ്രൊമോട്ട് ആൻഡ് സെൽ ദി പ്രോഡക്ട്സ്. ഓക്കെ, സോ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാര് വളരെയധികം ഇതൊരു മറ്റൊരാൾ പ്രൊമോട്ട് ചെയ്യുന്നു, മറ്റൊരാൾക്ക് പ്രൊമോട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കാരണം അയാൾക്ക് ബിസിനസ് കിട്ടുന്നു, ആ കൈൻഡ് ഓഫ് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് മൈൻഡ് സെറ്റ് ഡിഫറെന്റ് ആണ്. സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതെ, സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാതെ, സ്വന്തമായിട്ട് സ്റ്റാഫ് ഇല്ലാതെ, സ്വന്തമായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാതെ, സ്വന്തമായിട്ട് ഡെലിവറി ഇല്ലാതെ, ചുരുക്കി പറഞ്ഞ സ്വന്തമായിട്ട് ഒന്നുമില്ലാതെ നല്ല രീതിയിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വേൾഡിൽ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എനിക്ക് തോന്നുന്നു ലക്ഷങ്ങളും കോടികൾ എന്ന് പറയുമ്പോൾ സീരിയസ്ലി കോടികളൊക്കെ അഫിലിയേറ്റ് മാർക്കറ്റിംഗിലൂടെ നേടുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഇൻഫ്ലുവൻസേഴ്സിന്റെ മെയിൻ പരിപാടി അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസറിന്റെ വീഡിയോ എടുത്ത് നോക്കിയിട്ട് അവർ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ വീഡിയോന്റെ താഴെ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അഫിലിയേറ്റ് ലിങ്ക് ആയിരിക്കും. അപ്പോൾ അങ്ങനെ പല പല സ്ട്രാറ്റജീസ് ഉപയോഗിച്ചിട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇൻഫ്ലുവൻസേഴ്സിന്റെ അഗൈൻ മെയിൻ റവന്യൂ അതാണ്. ഓക്കെ, സോ ഞാൻ ലാസ്റ്റ് ഇയർ തായ്ലൻഡില് ബാങ്കോക്കില് വേൾഡ് അഫിലിയേറ്റ് സമ്മിറ്റ് നടന്നപ്പോൾ ഞാൻ അവിടെ പോയിരുന്നു. യു കാൺ ബിലീവ്, അവിടെ വന്നിരിക്കുന്ന ആൾക്കാരും പ്രൊഫൈൽസും സൊല്യൂഷൻസും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. നമ്മൾ അത്രയൊന്നും ഇവിടെ ഒന്നും കണ്ടിട്ടും കൂടിയില്ല. സോ ഭയങ്കര പോസിബിലിറ്റി ഉള്ള ഒരു മേഖലയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. പൊതുവെ മലയാളികളുടെ ഒരു മൈൻഡ് സെറ്റ് ഇതിനോട് മാച്ച് ചെയ്യുന്നില്ല എങ്കിലും ഞാൻ പറയുകയാണെങ്കിൽ വളരെ ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മേഖലയാണ്. നമ്മൾ കുറച്ച് ആ ഒരു ഷൈ ക്യാരക്ടറൊക്കെ മാറ്റി വെച്ച് കുറച്ച് പ്രൈഡൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു ചെലവില്ലാതെ റെക്കറിങ് ഇൻകം നേടാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഓക്കെ, സോ ബേസിക്കലി അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കമ്പനി ഹാസ് ഗോട്ട് എ പ്രൊഡക്റ്റ്, ഒരു കമ്പനിക്ക് ഒരു കസ്റ്റമർ വേണം. അപ്പോൾ കമ്പനി യൂഷ്വലി ചെയ്യുന്ന പ്രോസസ്സ് എന്താ? കമ്പനി യൂഷ്വലി ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് പ്രോസസ്സിലൂടെ കസ്റ്റമറെ കണ്ടെത്തുന്നു. ഇതാണ് ഏതൊരു കമ്പനിയും ചെയ്യുന്നുണ്ടായിരിക്കുക, അല്ലെ? പരസ്യം കൊടുക്കുന്നു, അതുപോലെ ഏതെങ്കിലും രീതിയിൽ എങ്ങനെയെങ്കിലൊക്കെ പരസ്യം കൊടുത്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കസ്റ്റമറെ കണ്ടെത്തുന്നു. ഇതാണ് ഈ എല്ലാ കമ്പനീസും ചെയ്യുന്ന പ്രോസസ്സ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ആ കമ്പനി സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിനെ ആ കമ്പനി സ്പെൻഡ് ചെയ്യുന്ന നോർമൽ കേസിൽ ഒരു കമ്പനി സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് കാശ് ഇറക്കിയിട്ട് കസ്റ്റമറെ കണ്ടെത്തുന്നു. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആള് കസ്റ്റമറെ കണ്ടെത്തി കമ്പനിക്ക് കൊടുക്കുന്നു. ആ സമയത്ത് ഈ മാർക്കറ്റിങ്ങിന് മാറ്റി വെച്ചിരിക്കുന്ന ബഡ്ജറ്റ് അവർ ഈ അഫിലിയേറ്റിന് ഷെയർ ചെയ്യുന്നു. ഇതാണ് ബേസിക്കലി അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഇത് ഇല്ലീഗൽ ആണോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ, ഇത് ഇല്ലീഗൽ ഒന്നുമല്ല, ലീഗലാണ്. കൺസെപ്റ്റ് വളരെ സിമ്പിൾ ആണ്. ഒരു കമ്പനി കസ്റ്റമറെ കണ്ടെത്താൻ വേണ്ടി ചെലവാക്കുന്ന തുക കസ്റ്റമറെ കണ്ടെത്തി കൊടുക്കുന്ന ആൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. ഓക്കെ, ഇനി ഈ കസ്റ്റമറെ കണ്ടെത്തി കൊടുക്കുന്ന ടൈപ്പുകൾ, അതുപോലെ അതിനകത്ത് ഇൻകം വരുന്ന ഓപ്ഷൻസ്, ഇതൊക്കെ ഡിഫറെന്റ് ആണ്. ഓരോന്നിനും ഓരോ ടൈപ്പാണ്. ഓക്കെ, നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഇത് ഇല്ലീഗൽ ആണോ എന്ന് ചോദിച്ചാൽ ഇല്ലീഗൽ അല്ല. ഇതിനകത്ത് മടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്നും
പണ്ട് എഴുതിയ ബ്ലോഗ് വഴി ഇന്നും ഇൻകം നേടുന്ന ഒരുപാട് അഫിലിയേറ്റ്സ് ഉണ്ട്. ദ വേ യു പ്രൊമോട്ട് ഡിപ്പെൻഡ്സ് ഓൺ, ഓരോരുത്തർക്കും ഓരോ രീതിയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അഫിലിയേറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനി പേയ്മെന്റ് ടൈപ്സ് അഫിലിയേറ്റിൽ, അതായത് നമുക്ക് ഇൻകം ജനറേറ്റ്, നേരത്തെ പറഞ്ഞ പോലെ അഫിലിയേറ്റ് പ്രോഗ്രാമിൽ നമുക്ക് സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് ഇല്ല, സ്വന്തമായിട്ട് സ്റ്റാഫ് ഇല്ല, സ്വന്തമായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, സ്വന്തമായിട്ട് ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഡിഫറെന്റ് മെത്തേഡ്സ് ആണ്. ഒന്ന്, പേ പെർ ക്ലിക്ക്. നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ അഫിലിയേറ്റ് ലിങ്ക് പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ ആഡ് പ്രൊമോട്ട് ചെയ്യുക. ഇപ്പൊ നമ്മളുടെ വെബ്സൈറ്റിൽ വേറെ ഏതെങ്കിലും കമ്പനിയുടെ പരസ്യം കൊടുക്കുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് യൂട്യൂബ് ചെയ്യുന്ന ആൾക്കാർക്ക് ബ്രാൻഡ് കണക്ട് എന്ന് പറഞ്ഞ പ്രോസസ് ഉണ്ട്. അപ്പൊ ബേസിക്കലി നമ്മൾ ഏതെങ്കിലും വേറെ ഒരു അഡ്വർടൈസറുടെ സെല്ലറുടെ ഒരു ആഡോ ലിങ്കോ ഏതെങ്കിലും നമ്മൾ നമ്മളുടെ പ്ലാറ്റ്ഫോം വഴി പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ ട്രാഫിക് വരികയാണെങ്കിൽ, ആൾക്കാർ വന്നിട്ട് അതിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ പെർ ക്ലിക്കിന് ഒരു കോസ്റ്റ് കിട്ടും. അപ്പൊ ഇവിടെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്, ഇവിടെ നല്ല ട്രാഫിക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കണം ഇവിടെ എന്തെങ്കിലും ഒരു എമൗണ്ട് കയ്യിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ. അതായത് മില്യൺസ് ഓഫ് വ്യൂസ് വരിക, അല്ലെങ്കിൽ ലാക്സ് ഓഫ് ട്രാഫിക്, അല്ലെങ്കിൽ 10,000 ട്രാഫിക് എങ്കിലും വിസിറ്റ് എങ്കിലും വരുന്ന വെബ്സൈറ്റ് ഒക്കെ ആണെങ്കിൽ ആ ലിങ്കിലൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു കൗണ്ട് ചെയ്യുന്ന ഒരു എമൗണ്ട് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും ട്രാഫിക് ഉള്ള ആൾക്കാർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. രണ്ടാമത്തത് പേ പെർ ലീഡ്. നമ്മളിപ്പോൾ ഒരു കമ്പനിക്ക് ഒരു ലീഡ് എടുത്ത് കൊടുത്തു, ഒരു ഡാറ്റ കളക്ട് ചെയ്ത് കൊടുത്തു, അവര് അതിന് നമുക്ക് ഒരു എമൗണ്ട് തരും. അങ്ങനെയുള്ള കുറെ കമ്പനികളുണ്ട്. അപ്പൊ അവർക്ക് നമ്മൾ ഒരു 30 രൂപ 40 രൂപ റേഞ്ചിലൊക്കെ കിട്ടുന്ന പല അവർ ഡാറ്റ വെരിഫൈ ചെയ്യും. പക്ഷെ ആ ഡാറ്റ നല്ലതാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് അതിന്റെ ഇൻകം തരും, ഒരു എമൗണ്ട് തരും. ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, വൈഡ്ലി പോകുന്ന മോഡലാണ് പേ പെർ സെയിൽ. ഇപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങളൊരു ലിങ്ക് ഷെയർ ചെയ്ത് ആമസോണിന്റെ പ്രൊഡക്റ്റ് എടുത്തിട്ട് ലിങ്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും ആ ലിങ്കിൽ പോയിട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റവന്യൂ കിട്ടും. ഇതാണ് ബേസിക് സക്സസ്ഫുൾ അഫിലിയേറ്റ് മോഡൽ എന്ന് പറയുന്നത്. പേ പെർ ക്ലിക്ക് യൂഷ്വലി ഇൻഫ്ലുവൻസേഴ്സ്, നല്ല ട്രാഫിക് ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പേ പെർ ലീഡും ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഇവിടത്തെ പോലെയുള്ള പുറത്തുള്ള രാജ്യങ്ങളിൽ ട്രാഫിക് സെല് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതായത് ലീഡ്സ് സെല് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവരുടെ കയ്യിൽ ഒരുപാട് ഡാറ്റ ഇരിക്കുന്നുണ്ട്. ഡാറ്റ എന്ന് പറഞ്ഞാൽ വെറും ഡാറ്റ അല്ല, ക്വാളിഫൈഡ് ആയിട്ടുള്ള, നമ്മൾ CRM കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള, നർച്ചേർഡ് ആയിട്ടുള്ള സെഗ്മെന്റഡ് ഡാറ്റയാണ്. അപ്പൊ ഈ ഡാറ്റ ഇവര് മറ്റുള്ള കമ്പനികൾക്ക് സെല് ചെയ്യുമ്പോൾ അവർക്ക് അതിന് അനുസരിച്ചിട്ട് ഇത് കിട്ടും, എന്താ പറയുന്നത്, ഇൻകം കിട്ടും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ബാങ്കോക്കിൽ ആ പ്രോഗ്രാമിന് പോയപ്പോൾ അവിടെ കണ്ടത് ലക്ഷക്കണക്കിന് ഡാറ്റ സെല് ചെയ്യുന്ന, ലക്ഷക്കണക്കിന് രൂപ ഇൻകം നേടുന്ന ആൾക്കാരെയാണ് അവിടെ കണ്ടത്. ഭാഗ്യത്തിന് ഒരു കമ്പനി, ഒരു ഇന്ത്യൻ കമ്പനീനെയും കണ്ടു, അതിലൊരു മലയാളിനെയും എനിക്ക് അവിടെ പരിചയപ്പെടാൻ പറ്റി. അവര് ഒരു ദിവസം ആഡിൽ സ്പെൻഡ് ചെയ്യുന്ന ലക്ഷങ്ങളാണ്. തിരിച്ച് അതേപോലെ തന്നെ അവർ ഡോളേഴ്സിൽ, അതായത് ഇവര് ഇന്ത്യൻ കമ്പനീസിന് വേണ്ടിയിട്ടല്ല, അവർ ഹെൽത്ത് സെഗ്മെന്റിലാണ് ഡാറ്റ സെല് ചെയ്യുന്നത്. ഈ ഹെൽത്ത് സെഗ്മെന്റിൽ ഡാറ്റ സെല് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നത് ഡേറ്റിംഗ് വെബ്സൈറ്റ്സ് ആണ് അവരുടെ മെയിൻ ടാർഗറ്റ്. അപ്പോൾ പല സ്ട്രാറ്റജീസ് ഉണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ പേപ്പർ ലീഡാണ്, പെർ ലീഡാണ് അവർക്ക് റവന്യൂ കിട്ടുന്നത്. ഓക്കെ, പക്ഷെ വൈഡ്ലി അക്സെപ്റ്റഡ് മോഡൽ പേപ്പർ സെയിൽ ആണ്. ഈ 3 ടൈപ്പാണ് ഉള്ളത് അഫിലിയേറ്റ് മോഡൽ എന്ന് പറയുമ്പോൾ. ദെൻ ഇതിൽ തന്നെ ഒരു അഫിലിയേറ്റ് ആകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ലിവറേജ് ചെയ്യാൻ പറ്റുന്ന ചില ഓപ്ഷൻസ് കൊടുക്കുന്ന മോഡൽസ് ഉണ്ട്. അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളൊരു അഫിലിയേറ്റ് ആകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ റെഫർ യുവർ ഫ്രണ്ട്സ്. ഈ പേപ്പർ സെയിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെഫറൽസ്. ഓക്കെ, ബേസിക്കലി ഇറ്റ്സ് റെഫറൽസ്. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിന് പ്രൊഡക്റ്റ് ഷെയർ ചെയ്യുന്നു, ലിങ്ക് ഷെയർ ചെയ്യുന്നു, അവർ പർച്ചേസ് ചെയ്യുന്നു. വളരെ സിമ്പിൾ ആയിട്ടൊരു പ്രോസസ്സാണ്. അപ്പൊ ഇൻകം ജനറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു അഫിലിയേറ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ 3 ടൈപ്പ് ഓപ്ഷൻസ് എടുക്കാം. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ലിവറേജ് ഓപ്ഷൻസ് ആണ്. ഒന്ന്, മൾട്ടി ടയർ അഫിലിയേറ്റ്സ്. ഇതൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പാറ്റേൺ ആണ്. പക്ഷെ അത് പ്യൂർലി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മോഡൽ അല്ല. ഞാനത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ വി ഹാവ് എൻ അഫിലിയേറ്റ്. ഓക്കെ, അപ്പോൾ ഈ കമ്പനി ഈ അഫിലിയേറ്റിന് ഒരു എമൗണ്ട് കൊടുക്കുന്നുണ്ട്. എന്തിന്? ഈ അഫിലിയേറ്റ് സെയിൽസ് കൊണ്ടുവരുമ്പോൾ. എന്നിട്ട് ഈ അഫിലിയേറ്റ് എന്ത് ചെയ്തു? സേ ഇവിടുന്ന് ഈ കമ്പനി കൊടുക്കുന്നത്, കമ്പനിയുടെ പ്രൊഡക്റ്റ് പ്രൈസ് വന്നിട്ട് 100 റുപ്പീസ് ആണെന്ന് വിചാരിക്കുക. ഇയാൾക്ക് ഇവര് ഡയറക്റ്റ് കമ്മീഷൻ കൊടുക്കുന്നത് മേ ബി 15 റുപ്പീസ് ആയിരിക്കും.
15 rupees ആയിരിക്കും. അപ്പോൾ കമ്പനി ഇയാൾക്ക് ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്, കമ്പനിക്ക് വേണം കൂടുതൽ അഫിലിയേറ്റ്സിനെ. അപ്പൊ കൂടുതൽ അഫിലിയേറ്റ്സിന് കൊണ്ടുവരാൻ ഇയാൾ സഹായിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് വീണ്ടും അഡീഷണൽ ബെനിഫിറ്റ് കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും? ഇയാള് സബ് അഫിലിയേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യും. സബ് അഫിലിയേറ്റ്. ഓക്കെ, സബ് അഫിലിയേറ്റ് ഇതൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മോഡൽ അല്ല. ബേസിക്കലി 2-3 ലെവൽസ് ഒക്കെ ഉണ്ടാവുള്ളൂ, മാക്സിമം പോയൊരു 10 ലെവൽസ് ഉണ്ടാവുള്ളൂ. ഇത് ബേസിക്കലി ആ ഇൻകം ഡിവൈഡ് ചെയ്തിട്ട് ആ നെറ്റ്വർക്കിനെ ബിൽഡ് ചെയ്യാണ് അവർ ചെയ്യുന്നത്, അഫിലിയേറ്റ് നെറ്റ്വർക്കിനെ. അപ്പോൾ സബ് അഫിലിയേറ്റ് ആവുന്ന സമയത്ത് 15% ഡയറക്റ്റ് സെയിൽസിന് അവർ കൊടുക്കും. ഈ അഫിലിയേറ്റ് അവരുടെ പ്രൊഡക്റ്റ് സെല് ചെയ്താലും സബ് അഫിലിയേറ്റ് പ്രൊഡക്റ്റ് സെല് ചെയ്താലും കമ്പനി അവർക്ക് കൊടുക്കുന്ന എമൗണ്ട് സെയിം ആണ്. ഓക്കെ, ഡയറക്റ്റ് സെല് ചെയ്യുന്ന ആൾക്ക് കൊടുക്കുന്ന എമൗണ്ട് സെയിം ആണ്. പക്ഷേ ഈ സബ് അഫിലിയേറ്റ് 15%, ഞാൻ എക്സാമ്പിൾ ആണ് ഈ 115 ഒക്കെ പറയുന്നത്. ഈ സബ് അഫിലിയേറ്റ് 15% സെല് ചെയ്യുമ്പോൾ ഈ കമ്പനി ഇയാൾക്ക് ചിലപ്പോൾ ഒരു 3% അഡീഷണൽ കൊടുക്കും. എന്ന് പറഞ്ഞാൽ 100 രൂപയുടെ പ്രൊഡക്റ്റ് ഇയാൾ സെല് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾക്ക് 15 രൂപ കമ്മീഷൻ കിട്ടും. 100 രൂപയുടെ പ്രൊഡക്റ്റ് ഇയാൾ സെല് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾക്ക് 15 രൂപയും കിട്ടും, ഇയാൾക്ക് 3 രൂപയും കിട്ടും. അപ്പോ ഇയാൾ സെല്ല് ചെയ്തില്ലെങ്കിലും ഈ പറയുന്ന ആൾ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇയാൾക്ക് 3 രൂപ വെച്ച് കിട്ടിക്കൊണ്ടിരിക്കും. ഇതാണ് സബ് അഫിലിയേറ്റ്, മൾട്ടി ടിയർ അഫിലിയേറ്റ് മോഡൽ എന്ന് പറയുന്നത്. ഇനി ഇതിന് താഴെ വീണ്ടും സബ് അഫിലിയേറ്റിനെ കൊണ്ടുവരാനുള്ള ഓപ്ഷൻ ഉള്ള കമ്പനി ആണെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ 15 rupeesന് സെല്ല് ചെയ്യുന്നു, ഇയാൾക്ക് 3% കിട്ടുന്നു, ഇയാൾക്ക് ചിലപ്പോൾ ഒരു 1% കിട്ടും. അപ്പോ ഇവിടെ സെല്ല് ചെയ്യുന്നത് ഇയാളാണ്. ഈ മൂന്നാമത്തെ ആണ് ടിയർ 2, ടിയർ 3 എന്ന് വേണമെങ്കിൽ പറയാം. ടിയർ 3 അഫിലിയേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ടിയർ 3 അഫിലിയേറ്റ്. ഓക്കെ, ഇത് ടിയർ 2 അഫിലിയേറ്റ്. അപ്പോൾ ടിയർ 3യിലുള്ള അഫിലിയേറ്റ് 15 rupees ഏൺ ചെയ്യുമ്പോൾ, 100 rupeesന് പ്രൊഡക്റ്റ് സെല് ചെയ്യുമ്പോൾ 15 rupees ഇയാൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ടിയർ 2യിലുള്ള ആൾക്ക് അതിന്റെ 3% ചിലപ്പോൾ കമ്പനി കൊടുക്കും. ഇയാൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടിയർ 1ൽ നിൽക്കുന്ന ആൾക്ക് 1% ബോണസ് കൊടുക്കേണ്ടത്. ഇതൊരു എക്സാമ്പിൾ ആണ് ഈ 135 എന്നൊക്കെ പറയുന്നത്. ഇതാണ് മൾട്ടി ടിയർ അഫിലിയേറ്റ് സിസ്റ്റം. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ്, ഈ അഫിലിയേറ്റ് അയാളുടെ ഏണിംഗ് പൊട്ടൻഷ്യൽ ലിവറേജ് ചെയ്തത് മറ്റുള്ള പുതിയ അഫിലിയേറ്റ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇതാണ് മൾട്ടി ടിയർ അഫിലിയേറ്റ് സിസ്റ്റം. ഇനി ലിവറേജ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മോഡലാണ് ലൈഫ് ടൈം റെഫറൽ സിസ്റ്റം. ലൈഫ് ടൈം റെഫറൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു അഫിലിയേറ്റ്, ഓക്കെ, അഗൈൻ നമുക്ക് ഇതേ പ്രോസസ്സ് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഇപ്പോ ഇത് വേറെ, ഇതൊരു വേറെ കമ്പനിയാണെന്ന് വിചാരിക്കാം, കമ്പനി 2. ഓക്കെ, അപ്പൊ ഇവിടെ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് 100 rupees എന്ന് പറയുന്നത് സേ ആമസോണോ അല്ലെങ്കിൽ ഈ 1 ടൈം സെയിൽസിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കും. ഇവിടെ എന്ന് പറയുന്നത് ചിലപ്പോ റെക്കറിങ് പ്രൊഡക്റ്റ് ആയിരിക്കും. അതിനും മേ ബി 100 rupees ആണെന്ന് വിചാരിക്കാം. ഓക്കെ, മേ ബി ഈ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന നെറ്റ്ഫ്ലിക്സ്, ഇതൊക്കെ റെക്കറിങ് ആണ്. നെറ്റ്ഫ്ലിക്സ് റെക്കറിങ് ആണ്, സബ്സ്ക്രിപ്ഷൻ മോഡലാണ്. അപ്പോ ഈ റെക്കറിംഗിൽ ഇരിക്കുന്ന കമ്പനി അഗൈൻ 100 രൂപ കൊടുക്കാൻ തയ്യാറാണ്. അപ്പോ ഈ ഒരു അഫിലിയേറ്റ് ഈ ഒരു പ്രൊഡക്റ്റ് റെഫർ ചെയ്യുന്ന സമയത്ത് ഈ അഫിലിയേറ്റിന് 15% കിട്ടുന്നുണ്ടെങ്കിൽ, കമ്പനി അയാൾക്ക് എന്ത് കൊടുക്കും? 15% ഫസ്റ്റ് മന്ത് പേയ്മെന്റിന്റെ കൂടെ കൊടുക്കും. എന്നിട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ഡിഫറെന്റ് കമ്പനീസ് ഇത് എല്ലാ മാസവും റെക്കറിംഗ് ആയി കിട്ടിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഈ കമ്പനിക്ക് എത്ര നാൾ 100 രൂപ കൊടുത്തുകൊണ്ടിരിക്കുന്നോ അത്രയും നാൾ ഈ കമ്പനി ഇയാൾക്ക് ഈ 15 rupees കൊടുത്തുകൊണ്ടിരിക്കും. ഇത് ഭയങ്കര പവർഫുൾ മോഡലാണ് ഈ സാധനം. കാരണം ഇതിനകത്ത്
കസ്റ്റമർ ഈ അഫിലിയേറ്റിനുള്ള അഡ്വാൻറ്റേജ് എന്താ? വൺ ടൈം ഒരു കസ്റ്റമറിനെ റെഫറൽ ചെയ്ത് കഴിഞ്ഞാൽ റെക്കറിംഗ് ആയിട്ട് ഇൻകം വന്നുകൊണ്ടിരിക്കുക. ഒന്നും അറിയണ്ട. കമ്പനി പ്രൊഡക്റ്റ് ആരുടെ? പ്രൊഡക്റ്റ് കമ്പനിയുടെ പ്രൊഡക്റ്റിന്റെ സപ്ലൈ, മാനുഫാക്ചറിങ് കോസ്റ്റ്, റെക്കറിംഗ് കോസ്റ്റ്, സപ്പോർട്ട് കോസ്റ്റ് എല്ലാം ഈ കമ്പനിയുടെ. ഇയാൾക്ക് ഒരു ചെലവുമില്ല. ഇയാൾ ഒരു കസ്റ്റമറെ റെഫർ ചെയ്ത് കൊടുത്തു, എന്നിട്ട് ആ കസ്റ്റമർ പേ ചെയ്യുന്നതിന്റെ എത്ര ശതമാനമാണോ ഈ കമ്പനി ഓഫർ ചെയ്യുന്നത് അത് എല്ലാ മാസവും റെക്കറിംഗ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ റെക്കറിംഗ് ആയിട്ട് കിട്ടുന്ന സ്ട്രാറ്റജീസ് ആണ് ഏറ്റവും ബെസ്റ്റ്. അത് മോസ്റ്റ്ലി സാസ് പ്ലാറ്റ്ഫോംസിൽ ഒക്കെ അവൈലബിൾ ആണ്. ഒരുപാട് കമ്പനികൾക്ക് ഒരുപാട് മോഡൽസ് ഉണ്ട്. ഈ ടൈപ്പും ഉണ്ട്. ഇതിനെ പൊതുവെ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മോഡൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഇതിൽ തന്നെ ചില കമ്പനികൾക്ക് ഈ സാസ് മോഡലിൽ മൾട്ടി ടിയർ ഉണ്ട്. എന്ന് പറഞ്ഞാൽ സാസ് മോഡലല്ല, സബ്സ്ക്രിപ്ഷൻ മോഡലിൽ മൾട്ടി ടിയർ. അപ്പോൾ റെക്കറിംഗ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കൊണ്ടുവരുന്ന പ്ലാറ്റ്ഫോംസ് ആണ്. ഐ മീൻ ഓപ്ഷൻസ് ഉള്ള കമ്പനീസും ഉണ്ട്. ഓക്കെ, എല്ലാം എല്ലാ സ്ഥലത്തും അവൈലബിൾ അല്ല. ഏതെങ്കിലുമൊക്കെ ഓപ്ഷനൊക്കെ അവിടെ അവൈലബിൾ ആവുള്ളൂ. ബട്ട് ചില കമ്പനീസ് ഇങ്ങനെ പല ഓഫർ കൊടുക്കുന്നുണ്ട്. ഇതാണ് ലൈഫ് ടൈം റെഫറൽസ്. ഒരിക്കൽ നമ്മൾ ഒരാളെ കസ്റ്റമറെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ടൈം നമുക്ക് ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ലൈഫ് ടൈം റെഫറൽ മോഡൽ എന്ന് പറയുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജ്, നിങ്ങൾക്ക് ഒരു 10 കസ്റ്റമറെയോ അല്ലെങ്കിൽ ഒരു 20 കസ്റ്റമറെയോ കണ്ടെത്തി കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ ലൈഫ് ടൈം നിങ്ങൾക്ക് ആ കസ്റ്റമർ പേയ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അത്രയും കാലം നിങ്ങൾക്ക് ഇൻകം വന്നുകൊണ്ടിരിക്കും. ഓക്കെ, സോ ഇതാണ് 2 ടൈപ്പ് ഓഫ് മോഡൽസ്. ഇനി നിങ്ങൾ സ്വന്തമായിട്ട് സ്വന്തം ബിസിനസ്സിൽ ഇങ്ങനെയുള്ള പ്ലാൻസ്, ഐ മീൻ നെറ്റ്വർക്ക് അല്ല അഫിലിയേറ്റ് സിസ്റ്റംസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് പ്ലാറ്റ്ഫോംസ് പറഞ്ഞുതരാം. ഫസ്റ്റ് പ്രൊമോട്ടർ ഒരു നല്ല പ്ലാറ്റ്ഫോമാണ്. ഫാബ്ലി സബ്സ്ക്രിപ്ഷൻ ഒരു നല്ല ഓപ്ഷനാണ്. നിങ്ങൾക്ക് അഫിലിയേറ്റ് നെറ്റ്വർക്ക് സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് അഗൈൻ നമ്മുടെ ബിസിനസ് 360 ഒരു ഓപ്ഷനാണ്. അഫിലിയേറ്റ് മാനേജ്മെന്റ് ഓപ്ഷനാണ്. ഇങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് പ്രൊമോട്ടറിന്റെ അഡ്വാൻറ്റേജ് ഡീപ്പ് ഇന്റഗ്രേഷൻ കോഡിങ് പറ്റും. അപ്പോൾ കസ്റ്റമറുടെ പേയ്മെന്റ് ഒക്കെ അവർ ഓട്ടോമാറ്റിക്കലി ട്രാക്ക് ചെയ്തിട്ട് ഇത് പറ്റും. ഇതിൽ രണ്ടിലും മൾട്ടി ടിയർ ഓപ്ഷൻ അവൈലബിൾ ആണ്. പ്ലസ് മൾട്ടി ടിയർ ഓപ്ഷൻ അവൈലബിൾ ആണ്. റെക്കറിംഗ് ബില്ലിംഗ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് അഫിലിയേറ്റ് സിസ്റ്റംസ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാം. അഗൈൻ ഇതെല്ലാം പെയ്ഡ് ആണ്, ഫ്രീ പ്ലാറ്റ്ഫോംസ് ഇല്ല. ഓക്കെ, ടെക് സൊല്യൂഷൻസ് ഇഫ് യു വാണ്ട് ടു ഇംപ്ലിമെന്റ് ഫോർ യുവർ ബിസിനസ്. നൗ നമ്മളിപ്പോൾ കണ്ടത് പേയ്മെന്റ് ടൈപ്സ് എങ്ങനെയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ, ലിവറേജ് മോഡൽസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇപ്പോൾ കണ്ടത്. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. നമ്പർ 1, സീറോ ഇൻവെസ്റ്റ്മെന്റ്. ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ ആർക്ക് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. 2, ഫ്രീ ആൻഡ് ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് തോന്നുന്ന പോലെ നമ്മളുടെ ടൈമിൽ പ്രൊമോട്ട് ചെയ്യാം. ആരും വന്ന് ചോദിക്കാനൊന്നുമില്ല. ചില കമ്പനികൾ പാർട്ട്ണർ പ്രോഗ്രാംസ് കൊടുക്കും വിത്ത് കമ്മിറ്റ്മെന്റ്. അതായത് ഇത്ര സെയിൽ, ഇപ്പോൾ വലിയ ഡിജിറ്റൽ കോച്ചസിന്റെ അടുത്തൊക്കെ കമ്പനിയെ സംസാരിക്കുമ്പോൾ ഇത്ര സെയിൽ കൊണ്ടുവരികയാണെങ്കിൽ ഇത്ര ഇത് എന്ന് പറഞ്ഞിട്ടുള്ള ഡീലൊക്കെ വെക്കാറുണ്ട്. 3, അൺലിമിറ്റഡ് ഇൻകം. അൺലിമിറ്റഡ് ഇൻകം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ മോഡലിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അൺലിമിറ്റഡ് ഇൻകം ഓപ്ഷൻ ഉണ്ട് അഫിലിയേറ്റ്. ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും, നമ്മൾ ഈ 60 വയസ്സ് വരെ പ്രീമിയം അടച്ചിട്ട് 60 വയസ്സിന് ശേഷം പെൻഷൻ പോലെ ഒരു തുക കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ള സ്കീംസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? LIC അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ തന്നെ പല പല ഇൻഷുറൻസ് കമ്പനീസിന് സ്കീംസ് ഉണ്ട്. 15 കൊല്ലം പട്ടാളത്തിൽ പണിയെടുത്തിട്ടാണ് എനിക്ക് ഇപ്പോ പെൻഷൻ കിട്ടുന്നത്, റെക്കറിംഗ് ഇൻകം മന്ത്ലി കിട്ടുന്നത്. അപ്പോൾ ഒരുപാട് എഫേർട്ട് ഇട്ടാലാണ് നമുക്ക് അൺലിമിറ്റഡ് ഇൻകം ലൈഫ് ടൈം കിട്ടിക്കൊണ്ടിരിക്കുക. FD RD ഒക്കെ ഇട്ട് കഴിഞ്ഞ് ഇൻകം വരണമെന്നുണ്ടെങ്കിൽ അതേ കാര്യം നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് സാസ് കമ്പനീസ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ മോഡല് അഫിലിയേറ്റ്. നമ്മൾ ഒരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല. ഒന്നുകിൽ 15 കൊല്ലം പണിയെടുത്തിട്ട് പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പണിയെടുക്കുക, അല്ലെങ്കിൽ ഒരു 15 കസ്റ്റമറെ റെഫർ ചെയ്തിട്ട് അതിൽ നിന്നുള്ള ഇൻകം കൊണ്ട് ജീവിക്കുക. സോ അത് എന്നും ഉണ്ടാവും എന്നല്ല പറയുന്നത്, പക്ഷെ എത്ര കാലം ആ കസ്റ്റമർ ആ കമ്പനിയുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നു അത്രയും കാലം ഇൻകം നേടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, സോ അൺലിമിറ്റഡ് ഇൻകം ഓപ്ഷൻസ് ഉണ്ട്. ദെൻ ഒരു നല്ല അഫിലിയേറ്റ് മാർക്കറ്റർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണം സ്കിൽസ് എന്തൊക്കെയാണ്? നമ്പർ 1, കണ്ടന്റ് ക്രിയേഷൻ. നല്ല രീതിയിൽ നിങ്ങൾക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ അറിയണം. അത് വീഡിയോ കണ്ടന്റ് ആണെങ്കിലും ഓഡിയോ കണ്ടന്റ് ആണെങ്കിലും കണ്ടന്റ് റൈറ്റിംഗ് ആണെങ്കിലും പോസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് മറ്റുള്ളവരിലേക്ക് ഇതിനെ മാർക്കറ്റ് ചെയ്ത് കൂടുതൽ ആൾക്കാരെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. 2, ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എങ്ങനെ ഹൗ ടു ഫൈൻഡ് പീപ്പിൾ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല.
പിന്നെ കൺവേർഷൻ, ഇത് ഭയങ്കര ടാക്ടിക്കൽ ആയിട്ടുള്ള പ്രോസസ്സാണ്. കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ഈ വരുന്ന ഇപ്പൊ ഇവിടെ നമ്മൾ കണ്ടു പേപ്പർ ക്ലിക്ക്, പേപ്പർ ലീഡ്, പേപ്പർ സെയില്. ഈ ഏറ്റവും കൂടുതൽ നമുക്ക് ഇൻകം കിട്ടുന്നത്, അതായത് ഒരു കസ്റ്റമറിൽ നിന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് ഇൻകം കിട്ടുന്നത് പേപ്പർ സെയിൽ എന്ന് പറഞ്ഞ മോഡലിലാണ്. അപ്പൊ അവിടെ കൺവേർഷൻ നടത്താൻ നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രാറ്റജി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലതായിരിക്കും. ഓക്കെ, കൺവേർഷൻസ്, ആ സ്കില്ലും കൂടെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ബ്യൂട്ടിഫുൾ. നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും. ദെൻ പ്ലാറ്റ്ഫോംസ്, ചില പ്ലാറ്റ്ഫോംസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന, സ്വാഭാവികമായിട്ടും നമുക്ക് അഫിലിയേറ്റ് പ്രോഗ്രാം ഉണ്ട്, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പക്ഷെ അത് കൂടാതെ നിങ്ങൾക്ക് മറ്റുള്ള ഒരുപാട് അഫിലിയേറ്റ് പ്രോഗ്രാംസ് ഉണ്ട്. ഞാൻ ചില അഫിലിയേറ്റ് പ്രോഗ്രാംസ് കാണിച്ചത്, ഞാൻ ഒരുപാട് അഫിലിയേറ്റ് പ്രോഗ്രാംസിന്റെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബിൽ കിട്ടും, ഇൻക്ലൂഡിങ് ആമസോൺ ആൻഡ് ഓൾ. കാരണം ഓരോ ഏൺ കറോ, ക്യാഷ് കറോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യയിൽ തന്നെ വേറെ അടിപൊളി അഫിലിയേറ്റ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പക്ഷെ അതിന്റെയൊക്കെ ഇൻകം പെർ സെയിൽ, പെർ ക്ലിക്ക് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ എമൗണ്ടാണ്. അപ്പൊ ഈ ചെറിയ എമൗണ്ട് വെച്ചിട്ട് നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രാഫിക് വരണം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പറ്റുന്ന അഫിലിയേറ്റ് പ്രോഗ്രാംസ് വേറെ, പെർ സെയില് നല്ല എമൗണ്ട് കിട്ടുന്നത്. അപ്പൊ ഇതെല്ലാം ഡിഫറെന്റ് ആയിട്ട് ഞാൻ പല പല ടൈമിൽ യൂട്യൂബിൽ കൊണ്ടുവരുന്നുണ്ടായിരിക്കും. അപ്പൊ യൂട്യൂബ് ഫോളോ ചെയ്യുന്നത് നല്ലൊരു കാര്യമായിരിക്കും. അപ്പൊ ഇതിൽ ഞാൻ കുറച്ച് പ്ലാറ്റ്ഫോംസ് ഞാൻ കാണിച്ചു തരാം. ഒന്ന് പാബ്ലി, ഇതാണ് പാബ്ലി കണക്ട്. ഞാനിത് എന്തുകൊണ്ടാണ് ഞാൻ കൂടുതൽ സോഫ്റ്റ്വെയർ റിലേറ്റഡ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ കൂടുതലും സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആണ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പാബ്ലി കണക്ട് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. പാബ്ലി സബ്സ്ക്രിപ്ഷൻ ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇത് ബേസിക്കലി ഒരു ഓട്ടോമേഷൻ ഇന്റഗ്രേഷൻ പ്ലാറ്റ്ഫോം ആണ്. അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോമിന് അവർക്കൊരു അഫിലിയേറ്റ് പ്രോഗ്രാം ഉണ്ട്. അപ്പൊ മോസ്റ്റ്ലി എല്ലാ വെബ്സൈറ്റിന് താഴെ പോയാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും അഫിലിയേറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം, ജോയിൻ ദി പാബ്ലി അഫിലിയേറ്റ് പ്രോഗ്രാം ആൻഡ് സ്റ്റാർട്ട് ഏർണിംഗ് അറ്റ് 30% കമ്മീഷൻ. 30% കമ്മീഷൻ റെക്കറിംഗ് ആണ്. നിങ്ങളൊരു കസ്റ്റമറെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ കസ്റ്റമർ എത്ര കാലം പേയ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നോ അത്രയും കാലം അവര് ഈ 30% തന്നുകൊണ്ടിരിക്കും. പക്ഷെ പാബ്ലി പോലുള്ള പ്രൊഡക്റ്റ് സെല് ചെയ്യണമെങ്കിൽ കുറച്ച് ടെക് റിലേറ്റഡ് ആയിട്ടുള്ള നോളജ് വേണം. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാനായിട്ട് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു പേജിൽ വരും. അത് കഴിഞ്ഞ് ലെറ്റ്സ് ഗ്രോ ടുഗദർ ബിക്കം ആൻ അഫിലിയേറ്റ്, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ സൈൻ അപ്പ് പോർട്ടൽ വരും. ഇവരുടെ ഈ അഫിലിയേറ്റ് സിസ്റ്റം ബിൽഡ് ചെയ്തിരിക്കുന്നത് അവരുടെ ഓൺ സിസ്റ്റം വെച്ചിട്ടാണ്. ഇവരുടെ തന്നെ പാബ്ലി സബ്സ്ക്രിപ്ഷൻ സിസ്റ്റം വെച്ചിട്ടാണ്. ഓക്കെ, സോ ഇത് ഞാൻ എൻ്റെ ഒരു അഫിലിയേറ്റ് പോർട്ടലാണ്. ഇത് പല പല ടൈമിലായിട്ടുള്ള പേയ്മെന്റ് ആണ്. എനിക്കൊന്നും കമ്മീഷൻ എത്ര ഞാൻ നോക്കിയിട്ട് കുറെ ആയി. കുറെ പൈസ പറയാണ്ടല്ലോ, അൺപെയ്ഡ് എന്ന് പറഞ്ഞ് കാണിക്കണ്ടല്ലോ. $11 പെർ മന്ത് അപ്രോക്സിമേറ്റ്ലി. എല്ലാ മാസവും $11 വെച്ചിട്ട് ഇൻകം ഉണ്ട്. അത് പേ ഔട്ട് വന്നിട്ടില്ല. പേ ഔട്ടിന് $50 പേയ്മെന്റ് ത്രഷോൾഡ് അച്ചീവ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ബേസിക്കലി ഒരു $81 സെയിൽസ് നടന്നിട്ടുണ്ട്. അപ്പൊ $81 എനിക്ക് ഇൻകം കിട്ടാനുണ്ട്. പേയ്മെന്റ് വന്നിട്ടില്ല, പേയ്മെന്റ് ഡ്യൂ ആണ്. അപ്പൊ ഈ എമൗണ്ട് എനിക്ക് അവിടെ നിന്ന് മേടിക്കണം. അപ്പൊ ഞാൻ ചിലപ്പോൾ 2-3 സെയിലും കൂടെ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ വാട്ട് എവർ, ഇതൊരു അഫിലിയേറ്റ് സിസ്റ്റം ആണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അഫിലിയേറ്റ് മോഡലാണ്. അപ്പൊ ഇതിനകത്ത് മൾട്ടി ടിയർ അഫിലിയേറ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് അവരാണ് ഇനേബിൾ ചെയ്യുന്നത് ഓരോ. ഇപ്പൊ ഞാനിവിടെ പാബ്ലി കണക്ട് റെക്കറിംഗ് ബില്ലിംഗ് എടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ ഒരു ലിങ്ക് കിട്ടും. എനിക്ക് ഇവിടെ ഒരു ലിങ്ക് കിട്ടും. ആ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഇപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാനിപ്പോ ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഒരാൾക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനത് ഇവിടെ ഒരാൾക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഈ ലിങ്ക് ക്രിയേറ്റ് ആയിരിക്കുന്നത് കണ്ട, AFFURL എന്ന് പറഞ്ഞിട്ടൊരു കോഡ് ഇവിടെ ഈ ലിങ്കിന്റെ കൂടെ ആഡ് ആയിട്ടുണ്ട്. അത് അഫിലിയേറ്റ് കോഡാണത്. അപ്പൊ ഈ ലിങ്ക് വെച്ചിട്ട് ആരെങ്കിലും പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കമ്മീഷൻ എനിക്ക് കിട്ടും. ഇങ്ങനെയാണ് അഫിലിയേറ്റ് സിസ്റ്റം വർക്ക് ചെയ്യുക. അപ്പൊ ഇത് മോസ്റ്റ്ലി ഈ അഫിലിയേറ്റ് സിസ്റ്റംസ് ട്രാക്ക് ചെയ്യുന്നത് ഈ വെബ്സൈറ്റിൽ കോഡ് വെച്ചിട്ടാണ്. ഓക്കെ, പിന്നെ മറ്റൊരു അഫിലിയേറ്റ് പ്ലാറ്റ്ഫോം ഞാൻ നേരത്തെ പറഞ്ഞത് ഇതാണ്, firstpromoter.com. firstpromoter.com എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇതിനകത്തും നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾ കമ്പനിക്ക് വേണ്ടി ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് എടുക്കാം. $49 ആണ് ബേസ് പ്ലാൻ.
നല്ലൊരു പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ $99 കൊടുക്കേണ്ടി വരും പെർ മന്ത്. ഓക്കെ, ഫസ്റ്റ് പ്രൊമോട്ടർ. ദെൻ കംസ് ആപ്സുമോ. ആപ്സുമോ എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ റെപ്പോസിറ്ററി ആണ്. റെപ്പോസിറ്ററി അല്ല, ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്. ആപ്സുമോയിൽ സംഭവിക്കുന്നത് പുതിയ പുതിയ സോഫ്റ്റ്വെയറുകൾ വരുന്ന സമയത്ത് ലൈഫ് ടൈം ഡീലുകളൊക്കെ ഇതിനകത്ത് വരും. അപ്പൊ ഞാൻ കൂടുതലും സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്യുന്നത്, ഞാൻ കുറെ ഒരു 10-30 സോഫ്റ്റ്വെയറുകൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. കാശ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഞാൻ മേടിക്കും, നല്ലത് കണ്ടു കഴിഞ്ഞാൽ. അപ്പൊ ആ പ്ലാറ്റ്ഫോംസ്, ആ പ്രൊഡക്ട്സ് എല്ലാം വരുന്നത് ഇതിനകത്താണ്. അപ്പൊ ഇതിനകത്തും ഒരു അഫിലിയേറ്റ് പ്രോഗ്രാം ഉണ്ട്. ഇപ്പൊ ഞാനൊരു സോഫ്റ്റ്വെയർ ഞാനിപ്പോ ഒരു ഇൻഫ്ലുവൻസർ ആണ്, ഞാൻ ഡിജിറ്റൽ ഇൻഫ്ലുവൻസർ ആണ്. എനിക്ക് വേണമെങ്കിൽ ഈ ആപ്സുമോലുള്ള പ്രൊഡക്റ്റുകളുടെ റിവ്യൂ വീഡിയോസ് എടുത്തിട്ടിട്ട് അതിൽ എൻ്റെ അഫിലിയേറ്റ് ലിങ്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് ആരെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ശരിയാണല്ലോ, ഇത് നല്ലൊരു മോഡലാണല്ലോ. ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കമ്മീഷൻ കിട്ടും. ഓക്കെ, അപ്പൊ അതിന് അവരുടെ അഫിലിയേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വെൽക്കം ടു ബിക്കം എൻ ആപ്സുമോ അഫിലിയേറ്റ്. ആപ്സുമോ അഫിലിയേറ്റിന്റെ പേപ്പർ സെയിൽ ആണ്, കണ്ടോ, പേപ്പർ സെയിൽ. ഒരു സെയിൽ വരുമ്പോൾ അവര് അതിന് ഇൻകം തരും. ഓക്കെ, ഇതാണ് ആപ്സുമോന്റെ അഫിലിയേറ്റ് പ്രോഗ്രാം. ഐ തിങ്ക് സം 10% എന്തോ ആണ് സം ഇൻകം വരുന്നത്. ബട്ട് ഇറ്റ്സ് ഗുഡ്. ആപ്സുമോ അഫിലിയേറ്റ് പ്രോഗ്രാം നല്ലൊരു പ്രോഗ്രാമാണ്. സോഫ്റ്റ്വെയർ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലൊരു മോഡലാണ് ആപ്സുമോ. അത് പെർ സെയിൽ ആണ്. ഒരു കച്ചവടം നടക്കുമ്പോഴാണ് നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടുക. ദെൻ കംസ് ക്ലിക്ക് ഫണൽസ്. ക്ലിക്ക് ഫണൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗൈൻ നമ്മളുടെ ബിസിനസ് 360 പോലെ ഒരു ഫണൽ ബിൽഡിംഗ് പ്ലാറ്റ്ഫോം ആണ്. ഇവരുടെയും പേ ഔട്ട് എന്ന് പറയുന്നത് 30% റെക്കറിംഗ് പേ ഔട്ട് ആണ്. ഇപ്പോൾ ഒരാൾ 100 ക്ലിക്ക് ഫണൽസിന്റെ പ്രൈസിങ് എടുത്തു നോക്കി കഴിഞ്ഞാൽ, ക്ലിക്ക് ഫണൽസ് ക്ലിക്ക് ഫണൽസിന്റെ പ്രൈസിങ് പ്ലാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. 127 ആണ്, $147 പെർ മന്ത് ആണ് സ്റ്റാർട്ടിങ്. $147 എന്ന് പറയുമ്പോൾ ഒരു 12,000 രൂപയ്ക്ക് അടുത്തെങ്ങാണ്ട് വരും. അതിന്റെ 30% എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഒരു 3,500 രൂപ നിങ്ങൾക്ക് എവറി മന്ത് എക്സ്പെക്ട് ചെയ്യാം. ഒരു കസ്റ്റമറെ നിങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുകയാണ്. ക്ലിക്ക് ഫണൽസിന് മന്ത്ലി പേയിങ് കസ്റ്റമറെ കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 3,500. പക്ഷെ ഈ ഒരു എമൗണ്ടിൽ ക്ലിക്ക് ഫണൽസ് വാങ്ങാൻ പറ്റുന്ന ആൾക്കാരായിരിക്കണം. ഓക്കെ, അത് ക്ലിക്ക് ഫണൽസിന്റെ റെക്കറിംഗ് മോഡലാണ്. എവറി മന്ത് ഇവിടെ നമ്മൾ കാണിച്ചതുപോലെ റെക്കറിംഗ് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ഫണൽസിന്റെ നമ്മൾ അവിടെ കണ്ടത്. അല്ലേ, ഇനി നിങ്ങൾക്ക് മറ്റൊരു ഗം റോഡ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഗം റോഡിനകത്ത് ഇതേപോലെ കുറെ ആൾക്കാർ പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നുണ്ട്. ഇത് ബേസിക്കലി ഒരു കൈൻഡ് ഓഫ് ഇതിന്റെ ഒരു ഡിഫറെന്റ് മോഡലാണ് ഈ പ്ലാറ്റ്ഫോമിന്റെ. അത് ഞാൻ വേറൊരു സെഷനിൽ ചെയ്യാം. ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇ ബുക്ക് ഇട്ട് സെല് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ട് ഇതിനകത്ത് സെല് ചെയ്യാം. ഇതിൽ സെല് ചെയ്യാനായിട്ട് ഓൾറെഡി ബൈ ഡിഫോൾട്ട് കുറെ അഫിലിയേറ്റ്സ് ഉണ്ട് താനും. സോ അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോഡലാണ്. പിന്നെ ഡോട്ട് IO എടുത്തു കഴിഞ്ഞാൽ ഇതൊരു സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം ആണ്. ഇതിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കുറെ അഫിലിയേറ്റ്സിനെ കാണാം. കണ്ടാം, ഇതിനകത്തൊരു മാനേജ് യുവർ അഫിലിയേറ്റ്സ്, നിങ്ങൾക്ക് അഫിലിയേറ്റ്സിനെ മാനേജ് ചെയ്യാൻ ചെയ്യാം. അതുപോലെ ഇതിനകത്ത് കുറെ അഫിലിയേറ്റ്സ് ഉണ്ട്. കുറെ അഫിലിയേറ്റ്സ് സിസ്റ്റം യൂസ് ചെയ്യുന്നവരുണ്ട്. ഒരു ഗ്ലോബൽ അഫിലിയേറ്റ് നെറ്റ്വർക്കിലേക്ക് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, സിസ്റ്റം ഇതും ഒരു ബിസിനസ് 360 പോലെ ഒരു അതിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ പ്ലാറ്റ്ഫോം ആണ് സിസ്റ്റം. ഓക്കെ, ഇനി നിങ്ങൾക്ക് അഫിലിയേറ്റ് ആപ്സുമോ എടുത്തിട്ട് അഫിലിയേറ്റ് കോർണറിന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സാധനം കാണാൻ പറ്റും. അഫിലിയേറ്റ് കോർണർ $69 ഓർ സംതിങ് എന്തോ ഉള്ളൂ. ഈ അഫിലിയേറ്റ് കോർണർ നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ആയിരക്കണക്കിന് അഫിലിയേറ്റ് ഓപ്ഷൻസ് ഇവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 3,600 അഫിലിയേറ്റ് പ്രോഗ്രാംസ്. അപ്പോൾ ഏത് അഫിലിയേറ്റ് പ്രോഗ്രാം എടുക്കണമെന്ന് ഡൗട്ട് അടിച്ച് നടക്കുന്ന ആൾക്കാർക്ക് ഇത് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ 150+ നിഷ്, ഇപ്പൊ ഹെൽത്ത് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക്, അയാൾക്ക് ഒരു മിനിമം ഒരു 100 കമ്പനികളുടെ അഫിലിയേറ്റ് പ്രോഗ്രാം എങ്കിലും അവർ ഇതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതിനകത്ത് ലിസ്റ്റ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഇൻഫർമേഷൻ അവരിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് അർത്ഥം.
കൂടാതെ അത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ ക്രിയേറ്റീവ്സും കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അവരുടെ പ്രൊഡക്റ്റ് എടുത്ത് മാർക്കറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, അഫിലിയേറ്റ് കോർണർ ഇത് ആപ്സുമോലെ അവൈലബിൾ ആണ് അറ്റ് എ കോസ്റ്റ് ഓഫ് $69. ഓക്കെ, യു ക്യാൻ ട്രൈ ദിസ്. സീരിയസ്ലി അഫിലിയേറ്റ് ആകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇത് എടുത്തിട്ട് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ദെൻ ഇതൊരു പ്ലാറ്റ്ഫോമാണ്, ഒരു CRM പ്ലാറ്റ്ഫോമാണ് പ്രിവയർ. ഇതിന്റെ ഒരു അഫിലിയേറ്റ് മോഡൽ എന്ന് പറയുന്നത് പെർ സെയിൽ $10 സംതിങ് എന്താണ് അഫിലിയേറ്റ് പ്രോഗ്രാം ഇവിടെ ഉണ്ട്, കാണുന്നില്ല. ഇവർക്കും അഫിലിയേറ്റ് പാർട്ട്ണർ പ്രോഗ്രാം ഉണ്ട്, ചിലപ്പോൾ ലോഗിൻ ചെയ്താലേ കാണാൻ പറ്റുന്നുള്ളൂ. $10 പെർ സെയിൽ ആണ് ഇവർ കൊടുക്കുന്നത്. വൺ ടൈം സെയിൽ, വൺ ടൈം ഇൻകമേ ഉള്ളൂ, റെക്കറിങ് ഇൻകം ഇല്ല. പ്ലാറ്റ്ഫോം റെക്കറിങ് ആണെങ്കിലും ഇൻകം വൺ ടൈം ആണ്. ചില പ്ലാറ്റ്ഫോംസ് അങ്ങനെയുണ്ട്, ഒറ്റ സെയിലിനെ എമൗണ്ട് കൊടുക്കുള്ളൂ. ചില ആൾക്കാർ ഒറ്റ സെയിലിൽ നല്ല എമൗണ്ട് കൊടുക്കും, മേ ബി ഒരു 40-50% കൊടുക്കും. ചില പ്ലാറ്റ്ഫോംസ് ഒരു വർഷം മാത്രമേ, ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ആണ് animaker.com. അനിമേക്കറിന്റെ അഫിലിയേറ്റ് പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ become an Animaker affiliate partner and കണ്ട ഇവിടെ $50 പെർ ക്വാളിഫൈഡ് ലീഡ്. അഫിലിയേറ്റ് പാർട്ട്ണർക്ക് 35% പെർ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ, 20% പെർ ഇയർലി സബ്സ്ക്രിപ്ഷൻ കിട്ടും. എന്റർപ്രൈസ് പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിൽ പെർ ലീഡിന്, ക്വാളിഫൈഡ് ലീഡിന് $50 കിട്ടും. ഇതാണ് ഇവരുടെ അഫിലിയേറ്റ് പ്രോഗ്രാം. ഇത് ലൈഫ് ടൈം ആണോ എന്നറിയില്ല. ഐ റിമെമ്പർ ദിസ് ഫോർ 1 year. ചില കമ്പനികൾ കൊടുക്കുന്നത് ലൈഫ് ടൈം അല്ല, ഫോർ ഇൻഡർ ഫോറസ്റ്റ് സെയിം 40-20% ആണ്. മേ ബി റെക്കറിങ് ആയിരിക്കും, ലൈഫ് ടൈം ആയിരിക്കും. ഓക്കെ, സോ ചില പ്ലാറ്റ്ഫോംസ് ടു എൻ ടൈം പീരീഡ് ആയിരിക്കും, ചില ആൾക്കാർ ലൈഫ് ടൈം കൊടുക്കും. ഓക്കെ, സോ ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ പ്രൊഡക്ട്സ് ട്രൈ ചെയ്യേണ്ട ആൾക്കാർക്ക് ട്രൈ ചെയ്യാം. ദെൻ നമുക്ക് ഡെയിലി സ്കിൽസിന്റെ അഫിലിയേറ്റ് പ്രോഗ്രാമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഡെയിലി സ്കിൽസിൽ നമ്മൾ ഓഫർ ചെയ്യുന്നത് പ്രധാനമായും 3 സ്ട്രാറ്റജി വെച്ച്. ഡെയിലി സ്കിൽസിന്റെ ഓഫറിംഗ് എന്ന് പറയുന്നത് അഗൈൻ ഫ്ലാറ്റ് 30% ആണ്. ഓക്കെ, അഫിലിയേറ്റ് ഇൻകം എന്ന് പറയുന്നത് ഡെയിലി സ്കിൽസിൽ കോഴ്സ് റെഫർ ചെയ്താലും പെർ കോഴ്സ് സെല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 30% വൺ ടൈം. കാരണം വൺ ടൈം ആയിരിക്കും അവിടെ പേയ്മെന്റ്. സബ്സ്ക്രിപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ 30% റെക്കറിങ്. ഇതാണ് ഡെയിലി സ്കിൽസിന്റെ കമ്മീഷൻ സ്ലാബ്. ഇവിടെ നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രാറ്റജിയും കൂടെ എന്താന്ന് വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമുക്ക് ലൈഫ് ടൈം റെഫറൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ലൈഫ് ടൈം റെഫറൽ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ലേണറെ നമ്മളുടെ പ്ലാറ്റ്ഫോമിലേക്ക് റെഫർ ചെയ്യുന്നത് ഒരു ഫ്രീ കോഴ്സ് കൊടുത്തിട്ടാണെങ്കിൽ പോലും അയാൾ പിന്നീട് പേയ്മെന്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു പെയ്ഡ് കോഴ്സ് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടും. സോ ഡയറക്റ്റ് സെയിൽ വരണം എന്നില്ല. ഇനീഷ്യലി ഒരു ഫ്രീ കോഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തിട്ട് അവർക്ക് ആ ഫ്രീ കോഴ്സിൽ ജോയിൻ ചെയ്യാം. അവർ ആ ഫ്രീ കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ പിന്നീട് നമ്മുടെ പെയ്ഡ് കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ അത് ബെനിഫിറ്റ് കിട്ടും. പക്ഷെ അത് എല്ലാ കോഴ്സിനും ഇല്ല, സെലക്ടഡ് കോഴ്സിന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഇൻകം ഓപ്ഷൻസ് ഇൻ ദി ഡിജിറ്റൽ വേൾഡ്. ഈ കോഴ്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് തന്നെ ബേസിക്കലി ഒരു ലീഡ് മാഗ്നറ്റ് ആയിട്ടാണ്. ഓക്കെ, അത് ഡെയിലി സ്കിൽസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും.
5 income options in the digital world. ഈ കോഴ്സ് ഈ കോഴ്സ് ഫ്രീ കോഴ്സാണ്. ഇത് ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തിട്ട് അവർ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ട് നാളെ ഇവര് ഏതെങ്കിലും ഒരു കോഴ്സ് ഇതിനകത്ത് വേറെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, ഏതെങ്കിലും കോഴ്സ് അല്ല, ഈ ഓൾ ഇൻ വൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എന്ന് പറയുന്ന പാക്കേജ് അവർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ an affiliate will get 1,500 rupees. Actually, MRP all in one digital marketing കോഴ്സിന് MRP വന്നിട്ട് 10,000 rupees ആണ്. 10,000 rupeesനാണ് അയാൾ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ 3,000 രൂപ കമ്മീഷൻ കിട്ടും. പക്ഷേ ഇത് ഒരു ഓഫർ പോലെ, ഇപ്പൊ ഞാനൊരു അഫിലിയേറ്റ് ആണ്, ഞാൻ ഈ ഒരു ഫ്രീ കോഴ്സ് എന്റെ ഫ്രണ്ടിന് ഷെയർ ചെയ്തിട്ട് അവൻ ആ കോഴ്സ് എടുത്തു. അപ്പൊ എനിക്ക് ബാക്കിൽ കാണാൻ പറ്റും അവൻ ജോയിൻ ചെയ്ത് അവന്റെ ഡീറ്റെയിൽസ് എനിക്ക് കാണാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാം, ഫ്രീ ആയിട്ട് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഗ്രൂപ്പുകളിലുള്ള ആൾക്കാർ ആ കോഴ്സ് ഫ്രീ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അവരെല്ലാം നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്കുമായിട്ട് മാപ്പ് ആവും. ഈ ഇവരുടെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ബാക്ക് എൻഡിൽ കാണാനും പറ്റും, ആരൊക്കെ നിങ്ങളുടെ കോഴ്സ് എടുത്തിട്ട് ജോയിൻ ചെയ്തു എന്നുള്ളത്. അവരെ വിളിച്ചിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ട് അവരോട് പറയാണ് ഈ എല്ലാ കോഴ്സും അടങ്ങുന്ന ഈ 10,000 രൂപയുടെ ഓൾ ഇൻ വൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് 27 കോഴ്സ് അടങ്ങുന്ന ഈ പാക്കേജ് നിങ്ങൾക്ക് 10,000 rupees എൻ്റെ ഒരു കോഡ് വെച്ചിട്ട് 5,000 rupees അവൈൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഈ പെർട്ടിക്കുലർ കോഡ് നിങ്ങൾ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവര് ഈ 5,000 rupees അത് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1,500 rupees 30% നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടും. ഓക്കെ, അപ്പൊ ഇതൊരു സ്ട്രാറ്റജിയാണ് കൂടുതൽ ആൾക്കാരെ അഫിലിയേറ്റ് ലിങ്കിങ്ങിലേക്ക് കൊണ്ടുവരാനും അവരെ അപ്സെൽ ചെയ്യാനും. ഇത് ഒരു സ്ട്രാറ്റജി. രണ്ടാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇന്നലെ നമ്മൾ എടുത്ത സെഷൻ സെൽ വിത്തൗട്ട് ടെലികോളേഴ്സ് എന്ന് പറയുന്ന കോഴ്സ് ലൈവ് ആയിട്ടുണ്ട്. അതൊരു ലീഡ് മാഗ്നറ്റ് പോലെ തന്നെ വെച്ചിരിക്കുന്നത്, പക്ഷെ അതൊരു 149 rupees അതിന് വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം വരാൻ വേണ്ടിയിട്ടാണ്, റിയൽ പെയിൻ പോയിന്റ് ഉള്ള ആൾക്കാർ മാത്രം വരാൻ വേണ്ടിയിട്ടാണ്. ഇത് ഓൾറെഡി ഇത് ഇട്ടപ്പോൾ തന്നെ ഇതിന്റെ സെയിൽസ് സ്റ്റാർട്ടായി. അപ്പോൾ ഈ കോഴ്സ് നിങ്ങൾക്ക് ഇതേപോലെ സെല് ചെയ്തിട്ട് ഇത് സീരിയസ്ലി എടുക്കുന്ന ആൾക്കാർക്ക് ഒന്ന് ഈ 149ന്റെ 30% ഇൻകം കിട്ടും. പ്ലസ് ആ കോഴ്സ് എടുത്ത ആൾക്കാരെ ബിസിനസ് ഓട്ടോമേഷൻ കോഴ്സിലേക്ക് അപ്സെല്ല് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ, ഇവരെ ബിസിനസ് ഓട്ടോമേഷൻ കോഴ്സിലേക്ക് അപ്സെല്ല് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകം 3,000 rupees ആണ്. ബിസിനസ് ഓട്ടോമേഷൻ കോഴ്സിന്റെ ലിസ്റ്റഡ് പ്രൈസ് 15,000 rupees ആണ്. പക്ഷെ ഈ ഒരു കോഡ് നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 10,000 rupeesന് പർച്ചേസ് ചെയ്യാൻ പറ്റും. മലയാളത്തിൽ ആസ് സച്ച് ബിസിനസ് ഓട്ടോമേഷൻ കോഴ്സ് ഇതുപോലെ വേറെ ഇല്ല. അപ്പോൾ നമ്മളാണെങ്കിൽ അത്യാവശ്യം ബ്രാൻഡ് ചെയ്യുന്നുണ്ട് ആ ഒരു മേഖലയിൽ. അപ്പോൾ അവർ ആ കോഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10,000 rupees അവർക്ക് വരുള്ളൂ. അതിൽ 3,000 rupees നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടും. അവർക്കാണെങ്കിൽ ഈ കോഴ്സ് മാത്രമല്ല, ഒരു വർഷത്തേക്ക് ബിസിനസ് 360യുടെ സ്റ്റാൻഡേർഡ് പ്ലാൻ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പൊ അവർക്ക് വേറെ CRMന്റെ മേലെ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, അതെല്ലാം ഇവർക്ക് ഈ കോഴ്സിന്റെ കൂടെ കിട്ടും. ഇതാണ് സ്ട്രാറ്റജി 2. സ്ട്രാറ്റജി 3 എന്ന് പറയുന്നത് റെക്കറിംഗ് ഇൻകമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ അതിന് ഇവര് ഈ കോഴ്സ് വാങ്ങിയ ആൾക്കാര് ബിസിനസ് 360യുടെ പ്രൊഫഷണൽ പ്ലാനിലേക്ക്, അതായത് മന്ത്ലി 5,000 സബ്സ്ക്രിപ്ഷൻ പ്ലാനിലേക്ക് അപ്ഗ്രേഡ് ആവുകയാണെങ്കിൽ ഈ ആൾക്കാർക്ക് ഇവരെ റെഫർ ചെയ്ത ആൾക്കാർക്ക് 1,500 റെക്കറിംഗ് ഇൻകം കിട്ടും. അവർ ഇയർലി പ്ലാൻ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 18,000 കിട്ടും. അവര് ഒരു 10 years ഒരു 10 year ഡീല് നമ്മൾ കൊടുത്തിട്ടുണ്ട്. 10 year ഡീൽ എന്ന് പറഞ്ഞാൽ അവരൊരു 1,20,000 ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10 years അവർക്ക് സിസ്റ്റം യൂസ് ചെയ്യാം, പ്രീമിയം പ്ലാൻ. ഓക്കെ, അപ്പോ അതിലൊരു 40,000 അവരെ സംബന്ധിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു 2 വർഷത്തെ എമൗണ്ട് അവരെ ഒറ്റയടിക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 വർഷം ആ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം വിത്ത് അൺലിമിറ്റഡ് യൂസേഴ്സ് ആൻഡ് അൺലിമിറ്റഡ് ലീഡ്സ്. അപ്പോൾ അഫിലിയേറ്റിന് 40,000 രൂപയാണ് അവിടെ കമ്മീഷൻ കിട്ടുക. ഒന്ന് ഫ്രീ കോഴ്സ് കൊടുത്തിട്ട് ആൾക്കാരെ എൻറ്റർ ചെയ്യിപ്പിക്കാം. ഡിജിറ്റൽ വേൾഡിൽ ഇൻകം ഓപ്ഷൻസ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി ജോബ് ഓറിയന്റഡ് ആൾക്കാരായിരിക്കും എടുക്കുന്നുണ്ടായിരിക്കുക. അവർക്ക് ബെസ്റ്റ് റെഫർ ചെയ്യാനുള്ളത് ഓൾ ഇൻ വൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ആണ്. ടെലികോളേഴ്സിന്റെ ഈ പെയിൻ പോയിന്റ് മോസ്റ്റ്ലി ബിസിനസ്സുകാർക്കാണ്. സീരിയസ് ആയിട്ടുള്ള ബിസിനസ്സുകാർ അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ് ഓട്ടോമേഷൻ കോഴ്സ് അപ്സെല്ലിന് പറ്റിയൊരു ഓപ്ഷനാണ്. അതെടുത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരാള് സ്വാഭാവികമായും ഈ 5,000 rupees പെർ മന്ത് പ്ലാനിലേക്ക് അപ്ഗ്രേഡ് ആകാം. അതിൽ സ്മാർട്ടായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ 10 year ഡീലിലേക്ക് മാറും. ഈ പറയുന്ന ഏത് രീതിയിലുള്ള അപ്ഗ്രേഡ് വന്നാലും ഈ അഫിലിയേറ്റിന് 30% ഇൻകം കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഡെയിലി സ്കിൽസിന്റെ പ്ലാൻ. ബേസിക്കലി നമുക്കറിയാം ഈ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളത്. സോ വി ഡിസൈൻ ലൈക്ക് ദാറ്റ്.
പിന്നെ നമ്മൾ ആസ് ഓഫ് നൗ നമ്മൾ കേരളം മാത്രമാണ് നമ്മളുടെ ടാർഗറ്റ് മാർക്കറ്റും. സോ ഓൾ ദി കണ്ടന്റ് ആർ ഇൻ മലയാളം. ഇനി എങ്ങനെയാണ് ഡെയിലി സ്കിൽസിന്റെ അഫിലിയേറ്റ് ആകുക എന്ന് ചോദിച്ചാൽ, ഡെയിലി സ്കിൽസിന്റെ പ്ലാറ്റ്ഫോമിൽ പോവുക. ഇപ്പൊ നിങ്ങൾ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ പോയിട്ട് കോഴ്സ് പർച്ചേസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ സൈൻ അപ്പ് ചെയ്യാം, ന്യൂ ആയിട്ട് സൈൻ അപ്പ് ചെയ്യാം, ഡെമോ അക്കൗണ്ട്, റെഫറൽ കോഡ് ഇല്ല. ഓക്കെ, ഒരാള് ഡെയിലി സ്കിൽസിൽ ഇതുപോലെ റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാൾ ഇതുപോലെ ഡെയിലി സ്കിൽസിൽ ലോഗിൻ ചെയ്തു, അതിനുശേഷം മൈ കണ്ടന്റ്സ് എടുത്ത് പോയി കഴിഞ്ഞാൽ, സോ നിങ്ങൾക്ക് എങ്ങനെ ഡെയിലി സ്കിൽസിന്റെ അഫിലിയേറ്റ് ആകാം എന്ന് ഞാൻ പറയുന്നത്. ഇവിടെ ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡിൽ ബിക്കം ആൻ അഫിലിയേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെസ്സേജ് വരും, അത് ആക്സെപ്റ്റ് ചെയ്യാം. ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഇവിടെ അഫിലിയേറ്റ് എന്ന് പറഞ്ഞിട്ട് പുതിയ ഓപ്ഷൻ മെനുവിൽ വരും, അഫിലിയേറ്റ്. അതിൽ അഫിലിയേറ്റ് ലിങ്ക്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ അഫിലിയേറ്റ് പ്രോഗ്രാം അലോ ചെയ്തിട്ടുള്ള കോഴ്സുകളുടെ ലിസ്റ്റ് ഇവിടെ കാണാൻ പറ്റും. അതിനകത്ത് ഒന്നാണ് ഫ്രീ കോഴ്സ് 5 ഇൻകം ഓപ്ഷൻസ് ഇൻ ഡിജിറ്റൽ വേൾഡ്, പിന്നെ ഓൾ ഇൻ വൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ്, പിന്നെ ബിസിനസ് ഓട്ടോമേഷൻ കോഴ്സ്, പിന്നെ ബിസിനസ് 360യുടെ പ്രൊഫഷണൽ പ്ലാൻ, പിന്നെ ഡിജിറ്റൽ ഗ്രോത്ത് കമ്മ്യൂണിറ്റി. നമ്മുടെ കമ്മ്യൂണിറ്റിയും നമ്മളുടെ ഈ പ്ലാനിൽ വരുന്നുണ്ട്. സോ കമ്മ്യൂണിറ്റിയിലേക്കും വേണമെങ്കിൽ നമുക്ക് അപ്സെൽ ചെയ്യാൻ പറ്റും അവരെ. അപ്പോൾ ഈ കോഴ്സിന്റെ ലിങ്ക് ഇവിടുന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ലിങ്ക് കോപ്പി ചെയ്തിട്ട് അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഈ പെർട്ടിക്കുലർ കോഴ്സിന്റെ ലിങ്ക് ഇവിടുന്ന് കോപ്പി ചെയ്യാം, എന്നിട്ട് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. അപ്പൊ ഫ്രണ്ട്സ് ആ ലിങ്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഈ ഒരു കോഴ്സ് ഇങ്ങനെ വരും. അവര് ഇവിടെ ഫ്രീ ക്ലിക്ക് ചെയ്തിട്ട് അവർ ഈ കോഴ്സ് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ഡാറ്റ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ അഫിലിയേറ്റ് നമ്മൾ റെഫർ ചെയ്ത ആൾക്കാരുടെ ഡാറ്റ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് കൂടാതെ ഇതേ ഡാറ്റ നമുക്ക് മൊബൈൽ ആപ്പിലും കാണാൻ പറ്റും. അപ്പൊ നമുക്കൊരാള് ആരൊക്കെ ജോയിൻ ചെയ്തു ഇല്ല എന്നൊക്കെ അറിയാനായിട്ട് നമുക്ക് മൊബൈൽ ആപ്പിലും ആ ഡാറ്റ കാണാൻ പറ്റും, ഇവിടെയും ആ ഡാറ്റ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അവരൊന്ന് വിളിച്ച് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇതിലേക്ക് അപ്സെൽ ചെയ്യാം, അല്ലെങ്കിൽ ബിസിനസ് ഓട്ടോമേഷൻ കോഴ്സിലേക്ക് അപ്സെൽ ചെയ്യാം, ഇതിൽ ഏത് കോഴ്സിലേക്കും വേണമെങ്കിൽ അപ്സെൽ ചെയ്യാം. അപ്പൊ ഇതും ഒരു അഫിലിയേറ്റ് മോഡലാണ്, നമ്മളുടെ ഓൺ അഫിലിയേറ്റ് മോഡലാണ്. ഇത് കൂടാതെ നമുക്ക് ഡിജിറ്റൽ ഗ്രോത്ത് കമ്മ്യൂണിറ്റിയുടെ ഒരു അഫിലിയേറ്റ് മോഡൽ വരുന്നത്. നമുക്ക് മൾട്ടി ടിയർ അഫിലിയേറ്റ് സിസ്റ്റം ഇല്ല, കാരണം ആ ഒരു നെറ്റ്വർക്ക് പാറ്റേണിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷെ റെക്കറിംഗ് മോഡൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്, ആൻഡ് ലൈഫ് ടൈം റെഫറലും കൊണ്ടുവന്നിട്ടുണ്ട്. ലൈഫ് ടൈം റെഫറൽ, നമ്മൾ ഒരാളെ റെഫർ ചെയ്യുമ്പോൾ അയാൾ ലൈഫ് ടൈമിൽ എപ്പോൾ പർച്ചേസ് ചെയ്താലും ആ ബെനിഫിറ്റ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ലൈഫ് ടൈം റെഫറൽ. അപ്പൊ അതിന് ഏറ്റവും ബെസ്റ്റ് കോഴ്സ് 5 ഇൻകം ഓപ്ഷൻസ് ഇൻ ഡിജിറ്റൽ വേൾഡ് ആണ്. ഇഷ്ടം പോലെ റെഫർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഓൾ ഇൻ വൺ പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാക്കേജ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, ഗ്രാഫിക് ഡിസൈനിങ് ഉണ്ട്, വെബ്സൈറ്റ് ഡിസൈനിങ് ഉണ്ട്, ബിസിനസ് ഓട്ടോമേഷൻ ഉണ്ട്, പിന്നെന്തൊക്കെയാ ഉള്ളത്, എല്ലാം ഉണ്ട്. ഈ ക്യാൻവ, പ്രീമിയർ പ്രോ, ഓൾ ഇൻ വൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുത്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഗൂഗിൾ ആഡ്സ്, SEO, ഫേസ്ബുക്ക് ആഡ്സ്, ഫേസ്ബുക്ക് മാർക്കറ്റിംഗ്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഇമെയിൽ മാർക്കറ്റിംഗ്, ഗൂഗിൾ മൈ ബിസിനസ്, പിന്നെ ഡിസൈനിങ്, വെബ് ഡെവലപ്മെന്റ്, പിന്നെ ഡിജിറ്റൽ മാർക്കറ്റ്, ബിസിനസ് ഓട്ടോമേഷൻ. അപ്പൊ ഇത്രയും കോഴ്സുകൾ അടങ്ങുന്ന ഈ ഒരു പാക്കേജിനാണ് നമ്മളുടെ ഡിസ്കൗണ്ട് പ്രൈസ് കോഡ് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് 5,000 റുപ്പീസിന് അവർക്ക് കിട്ടുന്നത്. അപ്പൊ അത് ഹൈ വാല്യൂ കണ്ടന്റ് ആണ്. അത് വെച്ചിട്ട് ദേ ക്യാൻ ഈസിലി ഗെറ്റ് ദി എൻറ്റയർ പാക്കേജ്. അപ്പോൾ ഒരു അഫിലിയേറ്റിന് അവിടെ കിട്ടുന്നത് ഓൾമോസ്റ്റ് ഒരു 30% ഇൻകം ആണ്. ദാറ്റ് ഈസ് 1,500 റുപ്പീസ്. ഓക്കെ,
സോ ഇതാണ് അഫിലിയേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇനി അടുത്ത അഫിലിയേറ്റ് മോഡൽസിൽ എൻ്റെ യൂട്യൂബ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അഫിലിയേറ്റ് ഇൻകം ഓപ്ഷൻസ് ഞാൻ അവിടെ ഷെയർ ചെയ്യാം. ഞാൻ പല പ്ലാറ്റ്ഫോംസിന്റെ അഫിലിയേറ്റ് ആണ്. ഇപ്പൊ ഞാൻ പാബ്ലിക് കണക്റ്റിന് കാണിച്ചെന്ന പോലെ മന്ത്ലി ഒരു സോഫ്റ്റ്വെയർ അഫിലിയേറ്റ് മോഡൽ മാത്രമായിട്ട് ഓൾമോസ്റ്റ് ഒരു 25-30,000 ഓൾമോസ്റ്റ് റെക്കറിംഗ് ആയിട്ട് വരുന്നുണ്ട്. സോ ഇത് നിങ്ങൾക്കും ഇംപ്ലിമെന്റ് ചെയ്യാം. ബിസിനസ് 360യുടെ പ്രോഗ്രാം നമ്മൾ ഡെയിലി സ്കിൽസിൽ കൊണ്ടുവരാനുള്ള കാരണം യൂസർക്ക് ലേണിംഗ് കൂടെ അവിടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, കുറച്ചും കൂടെ ഈസി പ്രോസസ് ആക്കാൻ വേണ്ടിയിട്ടാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ടുഡേ. ആൻഡ് പുതിയ അഫിലിയേറ്റ് മോഡൽസ് ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ വിസിറ്റ് ചെയ്യാം. ഓർ യു ക്യാൻ ഗോ ടു ആപ്സുമോ ആൻഡ് ബൈ ദിസ്. ഈ അഫിലിയേറ്റ് കോർണർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് തൗസൻഡ്സ് ഓഫ് അഫിലിയേറ്റ് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ യു ക്യാൻ ചൂസ് വാട്ട്. ഞാനിത് വാങ്ങിയിട്ടുണ്ടായിരുന്നു, എന്നിട്ട് ഞാനത് ഡിസ്കണ്ടിന്യൂ ചെയ്തു. കാരണം ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്, ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്. അപ്പൊ എനിക്ക് അതിനകത്ത് പ്രോസസ് ചെയ്യാൻ പറ്റുന്ന ഒന്നും തോന്നിയില്ല. എനിക്ക് തന്നെ ഓൾറെഡി അല്ലാതെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. പക്ഷെ ഇത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് സീരിയസ്ലി അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വിത്ത് കണ്ടന്റ്. ഓക്കെ, ഇപ്പോ AI ഒക്കെ വന്നപ്പോൾ കണ്ടന്റും കുറെ എളുപ്പമായി. Okay, so that's all for today's affiliate marketing. So see you very soon in the next session. Bye.